ഉപതെരഞ്ഞെടുപ്പ് വിലയിരുത്തലുകൾക്കായി UDF കക്ഷി നേതാക്കളുടെ യോഗം നാളെ. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കവും മുന്നണി വിപുലീകരണവും ഉൾപ്പെടെ ചർച്ചയാകും. സലീം മാലിക് ഒരുങ്ങും വച്ചിരുന്നു. സലീം, അതിനിടയിൽ ഈ ചാണ്ടിയുമ്മൻ അടക്കം ഉന്നയിക്കുന്ന ആരോപണങ്ങളെക്കുറിച്ചുകൂടി ചർച്ച ഉണ്ടാകുമോ സലീം? ഹാഷ്മി, ഉപതെരഞ്ഞെടുപ്പിന് ശേഷം UDF ഒരു നേതൃയോഗമോ കക്ഷി നേതാക്കളുടെ യോഗമോ ഇതുവരെ ചേർന്നിരുന്നില്ല. ഇതാദ്യമായി ആ യോഗം ചേരുമ്പോൾ ഏറ്റവും പ്രധാനമായും ചർച്ച ചെയ്യുക ഉപതെരഞ്ഞെടുപ്പ് വിലയിരുത്തലാണ്. പക്ഷെ അപ്പോഴും UDF-ൽ ചർച്ച ചെയ്യാനുള്ള നിരവധി വിഷയങ്ങൾ പുറത്തുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഹാഷ്മി സൂചിപ്പിച്ച ചാണ്ടിയുമ്മൻ ഉയർത്തിയ വിവാദം. അത് UDF-ൽ ചർച്ച ചെയ്യണോ അതോ കോൺഗ്രസിൽ ചർച്ച ചെയ്യണോ എന്നുള്ള കാര്യത്തിൽ നേതാക്കൾ തന്നെയാവും തീരുമാനമെടുക്കുക. അപ്പോഴും മുസ്ലിം ലീഗും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള മുനമ്പം വിഷയത്തിൽ അഭിപ്രായ ഭിന്നത ഈ യോഗത്തിൽ ചർച്ചയാവാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ ഉപതെരഞ്ഞെടുപ്പിൽ ചേലക്കരയിൽ പരാജയപ്പെട്ടതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കാര്യമായ ചർച്ചയിൽ വരും. മാത്രമല്ല, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുൻപ് ഈ നിലയിൽ മതിയോ UDF-ന്റെ പ്രവർത്തനം എന്നതിലെ ഒരു ആലോചന, അത് നേരത്തെ തന്നെ നേതാക്കൾ മുന്നറിയിപ്പ് നൽകിയിരുന്നതുമാണ്. ഈ അർത്ഥത്തിൽ മാത്രം നേരത്തെ AK ആന്റണി ഉൾപ്പെടെയുള്ളവർ ഉപതെരഞ്ഞെടുപ്പിലെ വിജയം കൊണ്ട് മാത്രം തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ എളുപ്പത്തിൽ ജയിച്ചു കയറാമെന്ന് കരുതരുത്, കടുത്ത മത്സരമാണ് എന്നൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതിന്റെ കൂടി പശ്ചാത്തലത്തിൽ മറ്റ് ആലോചനകളിലേക്കും തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളും യോഗത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വർഷത്തിലേക്ക് വരികയാണ്. അതിനുള്ള ഒരുക്കങ്ങളിലേക്ക് UDF കടക്കുന്നു. LDF അടക്കം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിന്റെ വാമിംഗ് അപ്പിലേക്ക് കടക്കുകയാണ്.